ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് തിരഞ്ഞെടുത്ത ഒരു തിരുവചനം വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം അധ്യായം 7 വാക്യം 25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട എബ്രായർ 7:25 നമ്മെ രക്ഷിപ്പാൻ പ്രാപ്തനായ ദൈവപുത്രനെക്കുറിച്ച് ധ്യാനിക്കാം. മാനവരാശിയെ രക്ഷിക്കുവാൻ ഒരു രക്ഷകൻ അത്യാവശ്യമായിരുന്നു. സ്വർഗത്തിലെ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് അവരെ രക്ഷിക്കുവാൻ, ജീവനിലേക്ക് നടത്തുവാൻ ന്യായപ്രമാണം എന്ന തിരുവചനം നൽകുകയുണ്ടായി. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ ബലഹീനത എന്നുള്ളത് അത് മുഴുവനായി അനുസരിക്കുവാൻ മനുഷ്യന് പ്രാപ്തിയില്ലാതെ പോയി എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു മനുഷ്യൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായിത്തീരുന്നുവെന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ ന്യായപ്രമാണത്തിലെ എല്ലാ കൽപ്പനകളും അനുസരിച്ചെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് ജീവനിലേക്ക്, നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഏതെങ്കിലും ഒരു കൽപ്പന അനുസരിക്കുന്നതിൽ മനുഷ്യൻ വീഴ്ച വരുത്തിയാൽ അവന് സ്വർഗരാജ്യ പ്രവേശനം നിഷേധിക്കപ്പെടും. ഈ അവസ്ഥയിൽ മനുഷ്യൻ പരിതാപകരമായ അവസ്ഥയിലായിത്തീർന്നു. അവനെ ജീവിപ്പിക്കുവാൻ നൽകിയ വചനം അവന് അനുസരിക്കുവാൻ കഴിയാതെ അവൻ, അഥവാ മാനവജാതി മുഴുവനും, ഒരു രക്ഷകനെ കാത്തിരുന്നു. കാരണം ഈ ന്യായപ്രമാണത്തിന് പുറത്ത് ഒരു രക്ഷകന് മാത്രമേ മാനവരാശിയെ ജീവനിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ സ്വർഗത്തിലെ ദൈവം, അഥവാ പിതാവായ ദൈവം, മാനവരാശിയെ രക്ഷിക്കുവാൻ ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തിരുന്നു. ആ വാഗ്ദാനം പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന ജനത്തിന് സ്വർഗത്തിലെ ദൈവം നൽകിയ അനുഗ്രഹമാണ് യേശുനാഥൻ. ആ ദൈവപുത്രനെ കുറിച്ചാണ് വളരെ വ്യക്തമായിട്ട് എബ്രായർ 7:25 എഴുതിയിരിക്കുന്നത്. അവൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനെന്ന്, എന്നുമെന്നും ജീവിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ രക്ഷകന് മാനവരാശിയെ പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിവുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ്റെ മുന്നിലുള്ള കരുണീയമായ രക്ഷയ്ക്കുള്ള ആവശ്യകത എന്തെന്നാൽ നമ്മെ പൂർണ്ണമായി രക്ഷിക്കുവാൻ പ്രാപ്തിയുള്ള രക്ഷകനിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ആ രക്ഷകനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ആ രക്ഷകനിൽ അഭയം പ്രാപിക്കുക, ശരണം പ്രാപിക്കുക, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ ഈ പുതിയ ദിവസം തിരുവചനം കേട്ട എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.
ഭാഗ്യവാൻ ഞാൻ, ഈ ലോകയാത്രയിൽ എന്നെ കരുതുവാൻ യേശുണ്ടെന്നും. എന്തൊരാനന്ദമേ ക്രിസ്തീയ ജീവിതമേ, നാഥൻ പടകിലുണ്ടെന്നും തുണയായി. എത്ര ഭാഗ്യവാൻ ഞാൻ, ഈ ലോകയാത്രയിൽ എന്നെ കരുതുവാൻ യേശുണ്ടെന്നും. എന്തൊരാനന്ദമേ ക്രിസ്തീയ ജീവിതമേ, നാഥൻ പടകിലുണ്ടെന്നും തുണയാ. ഭാരത്താൽ വലഞ്ഞാലും ഞാൻ തീരാത്ത രോഗിയായെന്നാലും, ഭാരത്താൽ വലഞ്ഞാലും ഞാൻ തീരാത്ത രോഗിയായെന്നാലും, മാറും ഞാൻ മറുരൂപമാകും, എൻ്റെ കർത്തൻ കൂടെന്നും വാണിടും. മാറും ഞാൻ മറുരൂപമാകും, എൻ്റെ കർത്തൻ കൂടെന്നും വാണിടും. എത്ര ഭാഗ്യവാൻ ഞാൻ, ഈ ലോകയാത്രയിൽ എന്നെ കരുതുവാൻ യേശുണ്ടെന്നും. എന്തൊരാനന്ദമേ ക്രിസ്തീയ ജീവിതമേ, നാഥൻ പടകിലുണ്ടെന്നും തുണയായി.